മലപ്പുറത്ത് നടന്ന ഒരു സംഭവമാണ്. ഒരു ക്വാറി ഉടമയെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ തന്നെ അറസ്റ്റിലായിരിക്കുന്നു. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SI ബിന്ദുലാലാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. കേസിലെ രണ്ടാം പ്രതി വളാഞ്ചേരിയിലെ സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ ദാസ് ഒളിവിലും പോയിരിക്കുന്നു. അതായത് പോലീസുകാർ വിചാരിച്ചാൽ എന്ത് നെറുകേടും കാണിക്കാൻ കഴിയും സമൂഹത്തിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് മലപ്പുറത്ത് ഈ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചത്. 18 ലക്ഷം രൂപയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. 24 ബിഗ് ഇമ്പാക്ട്, SI അറസ്റ്റിലായി. വളാഞ്ചേരി SHO സുനിൽ ദാസ് 8 ലക്ഷം രൂപയും SI ബിന്ദുലാൽ 10 ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത്. ഇടനിലക്കാരൻ 4 ലക്ഷം രൂപയും കൈപ്പറ്റി. തിരൂർ സ്വദേശിയായ ക്വാറി ഉടമയിൽ നിന്ന് ആകെ 22 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തു. സംഭവത്തിൽ SI ബിന്ദുലാൽ, ഇടനിലക്കാരൻ അസൈനാർ എന്നിവരെ തിരൂർ DYSP അറസ്റ്റ് ചെയ്തു. CI സുനിൽ ദാസ് ഒളിവിലാണ്. കഴിഞ്ഞ മാർച്ചിൽ ക്വാറിയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി വളാഞ്ചേരിയിൽ 3 പേർ അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്വാറി ഉടമയെ വിളിച്ചു വരുത്തിയത്. കേസിൽ പ്രതി ചേർത്ത് ജയിലിലടക്കുമെന്നും അല്ലെങ്കിൽ പണം നൽകണമെന്നും CI ഭീഷണിപ്പെടുത്തി. അസൈനാർ മുഖേന ഇടപാടുകൾ നടത്താനും നിർദ്ദേശം നൽകി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വളാഞ്ചേരി കേന്ദ്രീകരിച്ച് നടന്ന സാമ്പത്തിക തട്ടിപ്പിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്. വിവരമറിഞ്ഞ ഉടനെ തന്നെ ക്വാറി ഉടമയെ വിളിച്ചു വരുത്തി SP തന്നെ മൊഴി രേഖപ്പെടുത്തി. പിന്നാലെ കേസെടുക്കാൻ തിരൂർ DYSPക്ക് നിർദ്ദേശവും നൽകി. മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. മണൽ കടത്തുകാരനായ അസൈനാരെ ഇടനിലക്കാരനാക്കി നേരത്തെയും SHO സുനിൽ ദാസ് ഇത്തരം സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഗുണ്ടകളുടെ വിരുന്നിൽ DYSP, ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന SHOയും SIയും വേലി തന്നെ വിളവ് തിന്നുകയാണോ? പോലീസിൽ കള്ളന്മാരും കൊള്ളക്കാരും വാഴുമ്പോൾ സാധാരണക്കാരൻ്റെ ആശ്രയം എവിടെയാണ്? സമീർ ബിൻ കരീം, 24, തിരൂർ. യഥാർത്ഥത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലെന്നുള്ള അവസ്ഥയാണ്. ഒരു സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും വിചാരിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്ന പല വകുപ്പുകളും രേഖപ്പെടുത്തി ഒരാളെ FIR ഇട്ട് അകത്താക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക സാഹചര്യം നിലനിൽക്കുന്നു. സുപ്രീം കോടതി നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യവും, അറസ്റ്റ് മെമ്മോ ഉൾപ്പെടെ ഒരു കാര്യവും ഇവരെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആഭ്യന്തര വകുപ്പിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഗൗരവത്തോടെ ഇതിനൊക്കെ ഒരു അവസാനം കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.